ഹല്ലേലൂയ. കാരണം വായനയുടെ ഒരു ലോകത്തേക്കൂടെ നിങ്ങൾ വരണം. കാരണം ഇതൊന്നും മനസ്സിലാക്കേണ്ട, ഇത് ആരും പറഞ്ഞു തരാൻ ആരുമില്ല, പറഞ്ഞു കൊടുക്കേണ്ട ജനത്തിന്. ജനം കേൾക്കാതെ എങ്ങനെ അറിയുന്നത്? അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് പുസ്തകങ്ങളെ കൂടി വായിക്കണം. ഈ സംഭവങ്ങളൊക്കെ അറിയണം. നമ്മൾ ലോകത്തിൽ നടക്കുന്നത്, തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനങ്ങൾ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? അറിഞ്ഞാലല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? അതെ, അറിയാതെ എങ്ങനെ പ്രാർത്ഥിക്കും നമ്മൾ? അവിടെ യേശുവിൻ്റെ രക്തം നമുക്ക് വലിയ ഒരു പ്രൊട്ടക്ഷൻ നൽകും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ആദി മാതാപിതാക്കന്മാർ ആദവും ഹവ്വയും അവർ പാപം ചെയ്തു. അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതെന്താണ്? അവരെന്താ മനസ്സിലാക്കിയത്? അവർ നഗ്നരാണെന്ന് മനസ്സിലായി. അതുവരെ നഗ്നതയെക്കുറിച്ച് അവർക്കൊരു ബോധ്യമില്ല. എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു, ദൈവകൃപ നഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് മാറിയവർ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനം. ഉൽപ്പത്തി 3:21. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ഉണ്ടോ? തോലുകൊണ്ട് ഒരു ഉടയാടയുണ്ടാക്കി ആദത്തെയും ഹവ്വയെയും ആരെ ധരിപ്പിച്ചത്? ദൈവം ധരിപ്പിച്ചു. അപ്പൊ തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കണമെങ്കിൽ തോൽ എവിടുന്ന് കിട്ടി? തോലെവിടുന്ന് കിട്ടി? അപ്പോൾ ഏതോ ഒരു ബലി നടന്നിട്ടുണ്ട്, അല്ലേ? ഒരു കുഞ്ഞാടിൻ്റെ തോല് അവിടെ കിട്ടിയാണ്. നേരത്തെ കായനും ആബേലും ഒക്കെ പിന്നീട് ബലിയർപ്പിക്കുന്ന സംഭവത്തിൽ ആബേല് ബലിയർപ്പിച്ചല്ലേ? ബലിയർപ്പിച്ചത് ഒരു കുഞ്ഞാടിനെ ആയിരുന്നല്ലേ, ഒരു ആട്ടിൻകുട്ടിയെ, അങ്ങനല്ലേ? അതെ. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ അങ്ങനെ കൊന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു ആത്മീയവശം പറയുകയാണ്. അപ്പോൾ ഒരു തോലുകൊണ്ട് ആദത്തെ ഹവ്വയെ ഉടുപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ തോല് എവിടെ നിന്ന് കിട്ടി? എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഒരു മൃഗത്തെ പൊളിച്ചു കഴിഞ്ഞാൽ ആ തോലിൽ രക്തത്തിൻ്റെ ഭാഗം ഉണ്ടാവുമോ? ഉണ്ടാവും, രക്തമുണ്ടാവും. ആ തോലുകൊണ്ട് ഉടുപ്പിച്ചു. അത് അതിശക്തമായ ഒരു ദൈവിക സംരക്ഷണം. പാപം ചെയ്തിട്ടും തോലുകൊണ്ട് ഒരു മറവ് അവർക്ക് കൊടുക്കും, ഒരു സംരക്ഷണം ദൈവം അവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഉറപ്പാണ് അവിടെ ഒരു കുഞ്ഞാടിനെ ബലി അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, തോല് കിട്ടണ്ടേ? ഇനി അതേ അധ്യായത്തിന്റെ അവസാനത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്. കായൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നതിന് മേൽ 7 ഇരട്ടി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കുക. കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു. കായൻ കർത്താവിന് സന്ധി വിട്ട് ഏദനോട് ചെന്ന് കിഴക്ക് ദേശത്ത് വാസമുറപ്പിച്ചു. ഇവിടെ പറയുന്നു, കായൻ്റെ നെറ്റിയിൽ ഒരു അടയാളമിട്ടു. എന്തായിരിക്കും അടയാളം? എന്തായിരിക്കും അടയാളം? ഞാൻ ചിന്തിക്കുന്നു ആ അടയാളം രക്തം കൊണ്ടുള്ള ഒരു കുരിശ് തന്നെയായിരിക്കും. കായൻ്റെ ശിരസിലാണ് നെറ്റിയിലിട്ടിരിക്കുന്നത്. കായനാണ് ആദ്യമായിട്ട് സ്വന്തം സഹോദരനെ ആദ്യമേ ഗൗരവമൊരു ഒരു കൊലപാതകം നടത്തിയ കായനോട് പറയുക, നിന്നെ ആരും കല്ലെറിയത്തില്ല. അവിടെയും ദൈവം കായൻ്റെ മേൽ ഒരു അടയാളം വിട്ടിട്ട് പറയുകയാണ്, നിന്നെ ആരും കൊല്ലത്തില്ല. അതാണ് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും. അപ്പോൾ കായൻ്റെ നെറ്റിയിൽ കർത്താവ് അടയാളമിട്ടുവെങ്കിൽ അത് രക്തം കൊണ്ടുള്ള ഒരു കുരിശ് തന്നെയാകാനാണ് സാധ്യത. ഇതെൻ്റെ ഒരു ആത്മീയ കാഴ്ചപ്പാട് ഞാൻ പറയുന്നു. അപ്പോൾ ആദത്തെ ഹവ്വയും തോലുകൊണ്ടൊടിപ്പിച്ചു. വലിയ ഒരു സംരക്ഷണത്തിലേക്ക് അവരെ ആക്കുക. പാപം ചെയ്തെങ്കിലും അവരെ കൈവിടാത്ത ഒരു ദൈവത്തിൻ്റെ അനന്ത കരുണ ഇതിലൂടെയൊക്കെ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള വലിയ സൂചന നൽകുകയാണ്. യേശുവിനെ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നും വെളിപാടിൽ അറക്കപ്പെട്ട കുഞ്ഞാട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തും അവിടെ വെളിപാടും ഉൽപ്പത്തിയിലൊക്കെ വലിയ ഒരു സൂചന കുഞ്ഞാടിനെ കുറിച്ച് നൽകുക. ഈ കുഞ്ഞാട് ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ.
ആദത്തിനും ഹവ്വയ്ക്കും തോലുടുപ്പിച്ച് സംരക്ഷണം നൽകിയ ആ ദൈവം ഇന്ന് യേശുവിൻ്റെ രക്തം കൊണ്ട് നമുക്കെല്ലാവർക്കും ശക്തമായ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് കർത്താവേ അങ്ങയുടെ തിരുരക്തം കൊണ്ട് പോയി ഒരു സംരക്ഷണം തരണമെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്വരമുയരട്ടെ. യേശുവിൻ്റെ തിരുരക്തമേ, ആരാധന ആരാധന. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളെ കഴുകി പൊതിയണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളെ കഴുകി പൊതിയണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളെ കഴുകി പൊതിയണമേ. പോരാ 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 പോരാ. എല്ലാവരും അധരം തുറന്ന സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ തിരുരക്തമേ, ഞങ്ങളെ കഴുകി പൊതിയണമേ. യേശുവിൻ്റെ പരിശുദ്ധ തിരുരക്തമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകി പൊതിയണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ തിരുരക്തമേ, ഈ ആലയത്തെ കഴുകി പൊതിയണമേ. യേശുവിൻ്റെ പരിശുദ്ധ തിരുരക്തമേ, ഞങ്ങളുടെ സമസ്ത മേഖലകളെയും കഴുകി പൊതിയണമേ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വചനങ്ങൾ. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണുള്ളത്. ആത്മാവ്, ജലം, രക്തം. ഇവ 3 ഒരേ സാക്ഷ്യം നൽകുന്നു. ആത്മാവ്, ജലം, രക്തം ഇവ 3 ഒരേ സാക്ഷ്യം നൽകുന്നു. അതായത് ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു. അവിടെ ജലം എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനമാണ്. വചനം, അതേക്കുറിച്ച് എഫേസോസ് 5:26 പറയുന്നുണ്ട്. വചനമാകുന്ന ജലത്താൽ കഴുകി വെണ്മ ഉള്ളവരായി മാറ്റപ്പെട്ടു. വചനം, വചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു. ജലമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്നും ഒരു സൂചന പല ഭാഗത്തുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ജലം, രക്തം, ജലം, അഗ്നി, കാറ്റ്, വായു, അങ്ങനെ കുറേ സംഭവമുണ്ട്. ജലത്താലും രക്തത്തെ, വചനത്താലും യേശുവിൻ്റെ രക്തത്താലും. പിന്നെ പറയുകയാണ് 3 സാക്ഷികളാണിത്. ആത്മാവ്, അത് പരിശുദ്ധാത്മാവാണ്. ജലം, വചനം, രക്തം, യേശുവിൻ്റെ രക്തം, ഇവ 3 ഒരേ സാക്ഷ്യം നൽകുന്നു. അത് പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ രക്തം, ഇവ 3 ഒരേ സാക്ഷ്യം നൽകുന്നു. അവിടെ യേശുവിൻ്റെ വചനത്തിനും യേശുവിൻ്റെ രക്തത്തിനും യേശുവിൻ്റെ ആത്മാവിനും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ വചനം. ഹല്ലേലൂയ. വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. യേശുവിൻ്റെ രക്തത്താൽ പാപത്തിൻ്റെ എല്ലാ മേഖലയും വിശുദ്ധീകരണം. വചനത്തിൻ്റെ വലിയ, യേശുവിൻ്റെ രക്തത്തിൻ്റെ വലിയ സംരക്ഷണം, യേശുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വലിയ ഒരു അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കരമിടിച്ച് യേശുവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുവിൻ്റെ തിരുരക്തത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തം നൽകുന്ന സംരക്ഷണത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കട്ടെ. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഈശോയുടെ തിരുരക്തത്തെ കരമടിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഈശോയുടെ തിരുമുറിവുകളെ ആരാധന, ഈശോയുടെ പരിശുദ്ധ തിരുരക്തമേ ആരാധന. ശക്തിയോടെ ശക്തിയോടെ പോരെ 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 പോരാ. ഉണർവോടെ കരമടിച്ച് യേശുവിൻ്റെ തിരുരക്തത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. വീണ്ടും നമ്മൾ വായിക്കുന്ന പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനത്തോട് മോശ പെസഹ ആചരണത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ പെസഹായിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആ വചനഭാഗം ബൈബിളിലുള്ളവരൊക്കെ ഒന്ന് എടുക്കുക. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം ആദ്യത്തെ പെസഹയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന്
ഒരു ആട്ടിൻകുട്ടി. ഒരു ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം, ഒരു വീടിന് ഒരു ആൺകുട്ടി വീതം. എന്നിട്ടോ അപ്പനും അമ്മയും മക്കളും ബന്ധുക്കളും എല്ലാവരും ഒന്നിച്ച് ചേരണം. മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഈ ആട്ടിൻകുട്ടിക്ക് കുറവുകളൊന്നുമില്ലാത്ത ഊനമറ്റ ഒരു മുട്ടാട് ആയിരിക്കണം ഈ ആട്ടിൻകുട്ടി. ഇതെല്ലാം സൂചന നൽകുന്നത് പുതിയ നിയമത്തിൽ ഊനമറ്റ കുഞ്ഞാടായ യേശുക്രിസ്തുവിലേക്കാണ് ഈ സംഭവം എല്ലാം വരുന്നത്. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാട് ആയിരിക്കണം. 1 വയസ്സുള്ള ഊനമറ്റ ഒരു കുറവുമില്ലാത്ത ഒരു മുട്ടാട് ആയിരിക്കണം ഈ ബലിയർപ്പണത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിലക്കാലുകളും മേൽപ്പടിയിലും പുരട്ടണം. ഈ മുട്ടാടിനെ കൊല്ലണം. എന്നിട്ട് അതിൻ്റെ രക്തമെടുത്ത് കട്ടിലപ്പടിയിലും മേൽപ്പടിയിലും എല്ലാം ഇത് പുരട്ടി, ആ രക്തം പുരട്ടി വെക്കണമെന്ന് ഒരു നിർദ്ദേശം കൊടുത്തു. മുട്ടാടിനെ കൊന്ന് ആ രക്തം പുരട്ടുക. പിന്നീട് എന്താ പറയുന്നത്? അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്, രക്തം പുരട്ടുക. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗമടക്കം ചുട്ടു ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകളേന്തി വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. തിടുക്കത്തിൽ ഇത് ഭക്ഷിക്കണം. പെസഹ ഭക്ഷിക്കണം. വടി കയ്യിലേന്തി അരമുറുക്കി തിടുക്കത്തിൽ ഭക്ഷിക്കാം. കാരണം അത് കർത്താവിൻ്റെ പെസഹയാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാടെയും എല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കില്ല. ഇനി അതേ അധ്യായത്തിൽ 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. ആദ്യത്തെ പെസഹ നടക്കുകയാണ്. അവര് ഊനമറ്റ മുട്ടാടിനെ കൊണ്ടുവന്നു. വീട്ടിലെല്ലാവരും കൂടി അതിനെ കൊന്നു. രക്തമെടുത്ത് പുരട്ടി കട്ടിലപ്പടികളിലൊക്കെ. എന്നിട്ട് അതിനെ വേവിച്ച് അവര് അരമുറുക്കി ചെരുപ്പിട്ട് വടികയിൽ പിടിച്ച് വളരെ പെട്ടെന്ന് ഇതിനെ ഭക്ഷിച്ചു. പെസഹ ഭക്ഷിക്കുകയാണ് എല്ലാവരും കൂടി. പെസഹ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈജിപ്തില് ഒരു വലിയ കൂട്ട നിലവിളി അവർ കേൾക്കുകയാണ്. സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോകുകയാണ്. എന്നിട്ടോ എന്താ സംഭവിച്ചത്? എന്തു സംഭവിച്ചു ഇവിടെ? അതായത് ഈജിപ്തിലെ ആ നാട്ടിലെ മനുഷ്യര്, ഫറവോയുടെ ആളുകള്, അവരുടെ വീടുകളിലേക്ക് സംഹാരദൂതൻ കടന്നു ചെന്നു. എന്നിട്ട് വീടുകളിലെ ആദ്യജാതരെ, മൃഗങ്ങളിലെ ആദ്യത്തെ കുട്ടിയെ, മൃഗങ്ങളിലെ ആദ്യജാതരെ മുഴുവനെണ്ണത്തെയും വധിച്ചുകൊണ്ട് സംഹാരദൂതൻ കടന്നു പോകുക. ഈജിപ്തിൽ ഒരു കൂട്ട നിലവിളി ഉയരുകയാണ്. എല്ലാ വീടുകളിലും വലിയ നിലവിളിയാണ്. ഒരു വലിയ സംഹാരം നടക്കുക. ദൈവജനത്തെ പീഡിപ്പിച്ച അവിടെ മേൽ ദൈവത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ അവിടെ സംഭവിക്കുക. കൂട്ട നിലവിളി. ഇതാ സംഹാരദൂതൻ അങ്ങനെ അവരെ ഈജിപ്തിലെ ഓരോ വീടും കയറി ഇറങ്ങി അങ്ങനെ സംഹരിച്ചു വരുമ്പോൾ ഇസ്രായേൽക്കാരൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് സംഹാരദൂതൻ അവിടെ നിൽക്കുകയാണ്. അകത്തോട്ട് കയറത്തില്ല. കാരണം കട്ടിളപ്പടിയിൽ രക്തമുണ്ട്. സംഹാരദൂതൻ വന്നിട്ട് മുറ്റത്ത് നിൽക്കുകയാ. കട്ടിളപ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തം. ഈ കുഞ്ഞാടിൻ്റെ രക്തമാ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ രക്തം. ഈ കുഞ്ഞാടിൻ്റെ രക്തമാ എനിക്കും എൻ്റെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്നത്. ഈ കുഞ്ഞാടിൻ്റെ രക്തമാ നമ്മുടെ പാപങ്ങളെ മായ്ക്കുന്നത്. ഹല്ലേലൂയ. ഒരു നാളും നീ
അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.